അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വിജയവും സഹായവും സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അവൻ്റെ ആജ്ഞാനുസാരം നിങ്ങൾ അവരെ കൊന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ ബലഹീനത പ്രകടിപ്പിക്കുകയും കാര്യത്തിൽ പരസ്പരം ഭിന്നിക്കുകയും നിങ്ങൾ ഏറെ മോഹിച്ചിരുന്നതിനെ സമരാർജിതധനം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തന്നതോടുകൂടി സ്വന്തം നായകനെ ധിക്കരിക്കുകയും ചെയ്തു കളഞ്ഞു. നിങ്ങളിൽ ചിലർ ഭൗതിക താൽപ്പര്യങ്ങൾ ഉദ്ദേശിക്കുന്നവരും ചിലർ പരലോകം കാക്ഷിക്കുന്നവരും ആയതുകൊണ്ടത്രേ അത്. അപ്പോൾ അള്ളാഹു സത്യനിഷേധികൾക്കെതിരിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടി. അതവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിനായിരുന്നു. എന്നിട്ടും അവൻ നിങ്ങൾക്ക് മാപ്പരുളിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു സത്യവിശ്വാസികളുടെ മേൽ വലുതായ അനുഗ്രഹമുടയവനാകുന്നു. നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ആരെയും തിരിഞ്ഞു നോക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ദൈവദൂതൻ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ നിലപാടിന് അല്ലാഹു ദുഃഖത്തിനുമേൽ ദുഃഖം പ്രതിഫലം തന്നു. കൈവിട്ടുപോയതിനെ ചൊല്ലിയും നിങ്ങൾക്ക് ഭവിച്ച വിപത്തുകളെ ചൊല്ലിയും വ്യസനിക്കേണ്ടതില്ല എന്ന പാഠം മേലിൽ ലഭിക്കാൻ വേണ്ടി. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയും അഭിജ്ഞനത്രേ, അറിവുള്ളവനത്രേ അല്ലാഹു. ഈ വ്യാകുലതയ്ക്ക് ശേഷം നിങ്ങളിലൊരു വിഭാഗത്തിന് നാം നിദ്രാദായകമായ ശാന്തി പ്രദാനം ചെയ്തു. മറ്റൊരു വിഭാഗമാകട്ടെ അവർക്ക് തങ്ങൾ തന്നെയായിരുന്നു സർവപ്രധാനം. അവർ അല്ലാഹുവിനെക്കുറിച്ച് സത്യവിരുദ്ധമായ പലതരം മൂഢധാരണകൾ വെച്ചു പുലർത്തി. ഇപ്പോൾ അവർ ചോദിക്കുന്നു, ഈ കാര്യം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? അവരോട് പറയുക, ആർക്കും ഒരു പങ്കുമില്ല. അതിൻ്റെ സർവാധികാരങ്ങളും അല്ലാഹുവിൻ്റെ ഹസ്തത്തിലാകുന്നു. വാസ്തവത്തിൽ അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നതിനെ താങ്കളോട് വെളിവാക്കുന്നില്ല. അവരുടെ മനസ്സിലിരിപ്പിതാകുന്നു. നേതൃത്വത്തിൻ്റെ അധികാരങ്ങളിൽ ഞങ്ങൾക്ക് വല്ല പങ്കുമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വധിക്കപ്പെടുമായിരുന്നില്ല. അവരോട് പറയുക, നിങ്ങൾ സ്വവസതികളിൽ തന്നെയായിരുന്നാലും മരണം വിധിക്കപ്പെട്ടവർ തങ്ങളുടെ വധസ്ഥലങ്ങളിലേക്ക് സ്വയം പുറപ്പെട്ടു വരുന്നതാകുന്നു. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അത്രയും നിങ്ങളുടെ മാറിടങ്ങളിൽ ഹൃദയങ്ങളിൽ മറഞ്ഞിരിക്കുന്നതിനെ അല്ലാഹു പരീക്ഷിക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ കറകളഞ്ഞെടുക്കുവാനും വേണ്ടിയാകുന്നു. അല്ലാഹു ഹൃദയങ്ങളുടെ അവസ്ഥകൾ നന്നായി അറിയുന്നവനല്ലോ. നിങ്ങളിൽ നിന്ന് യുദ്ധനാളിൽ പിന്തിരിഞ്ഞു പോയവരുണ്ടല്ലോ. അവരുടെ ഈ വീഴ്ചയ്ക്ക് കാരണം അവരുടെ തന്നെ ചില ദൗർബല്യങ്ങൾ നിമിത്തം പിശാച് അവരുടെ പാദങ്ങൾ ചഞ്ചലമാക്കിയതാകുന്നു. അല്ലാഹു അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അല്ലാഹു ഏറെ മാപ്പരുളുന്നവനും സഹായമുള്ളവനുമാകുന്നു. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യനിഷേധികളെപ്പോലെ സംസാരിക്കാതിരിക്കുക. തങ്ങളുടെ ബന്ധുമിത്രാദികൾ ഭൂമിയിൽ സഞ്ചരിക്കുകയോ യുദ്ധത്തിൽ പങ്കാളികളാവുകയോ വല്ല വിപത്തുകൾക്കും വിധേയമാവുകയോ ചെയ്താൽ അവർ പറയുന്നു, ഞങ്ങളുടെ അടുക്കൽ തന്നെയായിരുന്നുവെങ്കിൽ അവർ മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്യുകയില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങളെ അല്ലാഹു അവരുടെ ഹൃദയങ്ങൾ ദുഃഖനിമിത്തങ്ങളാക്കി വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. അവൻ നിങ്ങളുടെ സമസ്ത കർമ്മങ്ങളിലും ക്രാന്തദൃഷ്ടിയുള്ളവനല്ലോ. ദൈവമാർഗത്തിൽ നിങ്ങൾ വധിക്കപ്പെടുകയോ മരിച്ചു പോവുകയോ ചെയ്യുന്നുവെങ്കിൽ അതുവഴി അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന പാപമോചനവും അനുഗ്രഹവും ഇക്കൂട്ടർ സംഭരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളെല്ലാം എത്രയോ ഉത്കൃഷ്ടമാകുന്നു. നിങ്ങൾ മരണപ്പെടട്ടെ വധിക്കപ്പെടട്ടെ, രണ്ടായാലും നിങ്ങൾക്കൊക്കെ തിരിച്ചു ചെല്ലാനുള്ളത് അല്ലാഹുവിങ്കിലേക്ക് തന്നെ. പ്രവാചകരെ, താങ്കൾ വളരെ സൗമ്യശീലനായതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാകുന്നു അത്. താങ്കൾ കഠിനഹൃദയനായ പുരുഷപ്രകൃതനായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവരെല്ലാം പിരിഞ്ഞുപോയത് തന്നെ. അവരുടെ തെറ്റുകൾ പൊറുക്കുക, അവരുടെ പാപമുക്തിക്കായി പ്രാർത്ഥിക്കുക, ദീൻ കാര്യങ്ങളിൽ അവരെയും കൂടിയാലോചനകളിൽ പങ്കാളികളാക്കുക. എന്നിട്ട് താങ്കൾ ഒരു കാര്യത്തിൽ ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ വരമേൽപ്പിക്കുക. അല്ലാഹുവോ അവനെ വരമേൽപ്പിച്ച് പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു നിങ്ങളെ തുണയ്ക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ അതിജയിക്കുന്ന ഒരു ശക്തിയുമില്ല. അവൻ നിങ്ങളെ കൈവെടിയുന്നുവെങ്കിലോ അവന് ശേഷം നിങ്ങളെ തുണയ്ക്കുന്നവനായി ആരാണുള്ളത്? അതിനാൽ സത്യവിശ്വാസികളൊക്കെയും അല്ലാഹുവിൽ മാത്രം വരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഒരു പ്രവാചകനും ചതിക്കുകയെന്നതില്ല തന്നെ. ഒരുവൻ ചതി നടത്തിയാൽ താൻ നടത്തിയ ചതിയുമായി അവൻ അന്ത്യനാളിൽ ഹാജരാകുന്നതാകുന്നു. പിന്നീട് എല്ലാ ആത്മാവുകൾക്കും അതിൻ്റെ കർമ്മഫലം പൂർണ്ണമായി നൽകപ്പെടുന്നു. ആരോടും യാതൊരു നീതിയും ഉണ്ടായിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ പ്രീതിയെ സദാ പിന്തുടരുന്നുവൻ. ദൈവകോപത്തിൽ ആണ്ടുപോയവനെപ്പോലെയാകുമോ? അവൻ്റെ സങ്കേതം നരകമാകും. എന്താ
എന്തൊരു ദുഷിച്ച പരിണിതി! ഈ രണ്ട് വിഭാഗവും തമ്മിൽ അള്ളാഹുവിങ്കൽ പല പടികളുടെ വ്യത്യാസമുണ്ട്. അവർ പ്രവർത്തിക്കുന്നതൊക്കെയും അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തങ്ങളിൽ നിന്ന് തന്നെ അവർക്കൊരു പ്രവാചകനെ നിയോഗിച്ചയക്കുക വഴി അള്ളാഹു വിശ്വാസികൾക്ക് മഹത്തായ ഔദാര്യം ചെയ്തിരിക്കുന്നു. അള്ളാഹു അവർക്ക് അവൻ്റെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കപ്പെടുന്നു, അവരുടെ ജീവിതം സംസ്കരിക്കുന്നു, അവരുടെ വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്നു. ഇതിനു മുമ്പാകട്ടെ ഇതേ ജനം സ്പഷ്ടമായ വ്യക്തമായ ദുർമാർഗത്തിലായിരുന്നു. ഇതെന്ത് ഒരു വിപത്ത് ഭവിച്ചപ്പോഴേക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കേഴുന്നവനല്ലോ നിങ്ങൾ. ബദർ സംഭവത്തിൽ അതിൻ്റെ 2 ഇരട്ടി നാശം നിങ്ങളുടെ കരങ്ങളാൽ ശത്രുപക്ഷത്തിനും സംഭവിച്ചില്ലേ? അവരോട് പറയുക, ഈ നാശം നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാകുന്നു. അള്ളാഹുവോ സകല സംഗതികൾക്കും കഴിവുറ്റവൻ. യുദ്ധനാളിൽ നിങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങളൊക്കെയും സത്യവിശ്വാസികളെന്നും കപടവിശ്വാസികളാരെന്നും അള്ളാഹു വേർതിരിച്ച് കാണുന്നതിനു വേണ്ടി അവൻ്റെ ഹിതത്തിൽ തന്നെ സംഭവിച്ചതാകുന്നു. വരുവിൻ, ദൈവിക സരണിയിൽ സമരം ചെയ്യുവിൻ, അല്ലെങ്കിൽ ചുരുങ്ങിയത് സ്വന്തം പട്ടണത്തെ പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യുവിൻ എന്ന് പറയപ്പെട്ടപ്പോൾ ആ കപടവിശ്വാസികൾ പറഞ്ഞു, യുദ്ധമുണ്ടാക്കുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ അനുഗമിക്കുമായിരുന്നു. ഇത് പറയുന്നേരം അവർ സത്യവിശ്വാസത്തെക്കാൾ അടുത്തിരുന്ന് നിഷേധത്തോടായിരുന്നു. അവരുടെ മനസ്സുകളിൽ ഇല്ലാത്തതാണ് അവരുടെ നാവുകൾ പറയുന്നത്. അവർ മനസ്സുകളിൽ ഒളിച്ചു വയ്ക്കുന്നതെല്ലാം അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. സ്വയം കത്തിയിരിക്കുകയും സമരത്തിന് പോയി ജീവൻ ത്യജിച്ച തങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ഇവർ ഞങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ വധിക്കപ്പെടുമായിരുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവരാണവർ. പറയുക, നിങ്ങളീ പറയുന്നത് സത്യമാണെങ്കിൽ മരണം നിങ്ങൾക്ക് ആസന്നമാകുമ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് തടുത്തു കാണിക്കുവിൻ. ദൈവിക സരണിയിൽ വധിക്കപ്പെട്ടവരെ മരിച്ചുപോയവരെന്ന് വിചാരിക്കരുത്. വാസ്തവത്തിൽ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ അവർക്ക് വിഭവം ലഭിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഏകിയ അനുഗ്രഹങ്ങളിൽ അവർ സന്തുഷ്ടരാകുന്നു. തങ്ങൾക്ക് പിന്നിൽ ഇഹലോകത്ത് അവശേഷിച്ചവരും ഇനിയും തങ്ങളോടൊപ്പം എത്തിച്ചേർന്നിട്ടില്ലാത്തവരുമായ സത്യവിശ്വാസികൾ ഒട്ടും ഭയപ്പെടാനോ ദുഃഖിക്കാനോ സംഗതിയാകുന്നതല്ല എന്നോർത്ത് മനസ്സമാധാനമുള്ളവരാകുന്നു അവർ. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഔദാര്യത്തിലും അനുഗ്രഹത്തിലും അവർ ആഹ്ലാദം കൊള്ളുന്നു. വിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല എന്നവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അതേ, പരിക്കേറ്റ ശേഷവും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്കുത്തരം നൽകിയവരായ സത്യവിശ്വാസികളുടെ പ്രതിഫലം അവരിൽ സുഹൃതികളും ഭക്തവാന്മാരുമായവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അവരോട് ജനം പറഞ്ഞു, നിങ്ങൾക്കെതിരെ വലിയ സൈന്യങ്ങൾ സംഘടിച്ചിരിക്കുന്നു, സൂക്ഷിക്കുവിൻ. അത് കേട്ട് അവരിൽ സത്യവിശ്വാസം വർദ്ധിക്കുകയാണുണ്ടായത്. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അവൻ തന്നെയാകുന്നു. ഒടുവിൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവും കൊണ്ട് അവർ തിരിച്ചെത്തി. അവർക്ക് ശ്രേഷ്ഠതയും അവർക്ക് ലഭിച്ചു. അള്ളാഹുവിൻ്റെ പ്രീതിയെ അനുധാവനം ചെയ്തതിനുള്ള ശ്രേഷ്ഠതയും അവർക്ക് ലഭിച്ചു. അള്ളാഹു മഹത്തായ അനുഗ്രഹം മരളുന്നവനല്ലോ. അത് വാസ്തവത്തിൽ സാത്താനായിരുന്നുവെന്ന് ശൈത്താനായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിവായി. അവൻ തൻ്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഭാവിയിൽ നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടാതിരിക്കുവിൻ. നിങ്ങൾ വിശ്വാസികളെങ്കിൽ എന്നെ ഭയപ്പെടുവിൻ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.